നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജീവ് ഗാന്ധിക്കുള്ള വിദ്വേഷം അതിരുകടന്ന് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ദില്ലിയിൽ നടന്ന ആഗോള നിർമ്മിത ബുദ്ധി ഇമ്പാക്റ്റ് സമ്മിറ്റ് കോൺഗ്രസ് പ്രവർത്തകർ കയറി അലങ്കോലപ്പെടുത്തി. അതും അതിൻ്റെ അവസാന ദിവസം 20-ലേറെ രാജ്യത്തലവന്മാർ, അതേപോലെ 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, 60-ലേറെ മന്ത്രിമാരും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്നു. അതിനേക്കാൾ ഉപരി ലോകത്തിലെ തന്നെ എല്ലാ നിർമ്മിത ബുദ്ധി സ്ഥാപനങ്ങളുടെയും തലവന്മാരും ഈ ആഗോള സമ്മിറ്റിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടി സമഗ്രമായിരുന്ന് ചർച്ച ചെയ്യുന്നു, എങ്ങനെ സുരക്ഷിതമായ രീതിയിൽ നിർമ്മിത ബുദ്ധിയെ മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാം. വളരെ ഗംഭീരമായ ചർച്ചകളാണ് അവിടെ നടന്നിട്ടുള്ളത്. മാത്രവുമല്ല, അതിൽ പങ്കെടുത്തത് മുഴുവൻ ഇന്ത്യയിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന യുവാക്കളും അതേപോലെ തന്നെ മുതിർന്നവരുമായിട്ടുള്ള തുടക്കക്കാരുൾപ്പെടെയുള്ളവർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആണ് ഈ ആഗോള സമ്മിറ്റിൽ പങ്കെടുത്തത്. ഓരോ ചർച്ചകളും അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ വളരെയധികം വിജ്ഞാനപ്രദവും ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് രാഷ്ട്രീയ പ്രവർത്തകരുമാണ്. കാരണം എങ്ങനെ നിർമ്മിത ബുദ്ധിയെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ചർച്ചയാണ് അവിടെ നടന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ് ഈ ആഗോള സമ്മിറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ പുതിയ സാങ്കേതിക വിദ്യയെ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായി ഉപയോഗിക്കാം, അവരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, വിദ്യാഭ്യാസം എങ്ങനെ വർദ്ധിപ്പിക്കാം, നിലവിലുള്ള ജീവിത സാഹചര്യം എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങിയിട്ടുള്ള സർവ്വവിധ അഭിവൃദ്ധിക്കും വേണ്ടി ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ മുഖ്യമായ അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഇതിൽ കവിഞ്ഞ് രാഷ്ട്രീയം എന്താണ്? അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളും അതേപോലെ സാധാരണ പൗരന്മാർ ഉൾപ്പെടെയുള്ളവർ, ഭരണാധികാരികൾ എല്ലാവരും വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതായിരുന്നു അതിൽ നടന്ന ഓരോ ചർച്ചകളും. അതിൽ നിന്ന് ധാരാളം ഉൾക്കൊള്ളാൻ വ്യക്തിക്കും സമൂഹത്തിനും അതേപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പുകാർക്കും വ്യവസായ സംരംഭകർക്കും രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും ഒക്കെ വളരെയധികം ഗുണപരമായ നിർദ്ദേശങ്ങളും ചില വ്യക്തലാക്കലുകളുമാണ് പുറത്തേക്ക് വന്നത്. മാത്രമല്ല, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു വിടവിനെ ഈ ആഗോള സമ്മിറ്റ് എത്ര മനോഹരമായിട്ടാണ് ഉയർത്തിക്കാട്ടിയത്. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു ആഗോള സമ്മിറ്റാണ് ദില്ലിയിൽ നടന്ന ഈ AI ഇമ്പാക്റ്റ് വേൾഡ് സമ്മിറ്റ്. നമുക്കറിയാം, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണൊക്കെ വന്ന് എത്ര ഉത്സാഹത്തോടെയാണ് ഇതിൽ പങ്കെടുത്തതും ആശയങ്ങൾ പങ്കുവച്ചതും ആശയവിനിമയങ്ങൾ പരസ്പരം മാധ്യമങ്ങളുമായിട്ടും അല്ലാതെയും ഒക്കെ നടത്തിയതെന്നുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ അവസാന ദിവസം, അതും വളരെ മോശപ്പെട്ട രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഭാരത് മണ്ഡപത്തിലേക്ക് ഇടിച്ചു കയറി ഷർട്ട് വലിച്ചു കീറിക്കൊണ്ട് അവിടെ ഒരുമാതിരി വളരെ മോശമായ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം, നമ്മളുടെ ഈ ആഗോളതലത്തിലുള്ള നമ്മളുടെ ഇമേജിനെ, നമ്മുടെ പ്രതിച്ഛായയെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മാത്രമല്ല, ഈ പങ്കെടുത്ത ലോകത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ കമ്പനികളുടെ മേധാവിമാരും രാജ്യത്തലവന്മാരും ഒക്കെ ഒന്നിച്ച് ഒരു വിഷയത്തെ ചർച്ച ചെയ്തപ്പോൾ അതിനിടയ്ക്ക് വന്ന് ഈ അമേരിക്കയുമായിട്ടുള്ള കരാറിൽ പ്രതിഷേധിച്ച് ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഈ പ്രകടനം നടത്തിയത് ഓരോ ഇന്ത്യക്കാരനെതിരെയും ഉള്ളൊരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയത്തുള്ളൂ. ഇന്ത്യക്കാരന് മാത്രമല്ല, ഈ മേഖലയിൽ ലോകത്തിൽ എവിടെ താല്പര്യമുണ്ടോ അവിടെ ഉള്ളവർക്കെല്ലാം ബാധകമായ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ BJPക്ക് ഇതിൽ കൂടുതൽ സുവർണ അവസരം രാഷ്ട്രീയമായി വീണ് കിട്ടാനുമില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഓരോ നടപടികളും അതിവിദഗ്ധമായിട്ടാണ് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുന്നു എന്നുള്ളൊരു നറേറ്റീവ്, എന്നുള്ളൊരു കഥ വളരെ
ശക്തിയായിട്ട് BJP ഇതിനകം തന്നെ രൂപപ്പെടുത്തി കഴിഞ്ഞു. ഏതാണ്ട് ഈ ഒരു സംഭവം കൂടിയാവുമ്പോൾ ഇത് രാഹുൽ ഗാന്ധിയുടെ അറിവ് നേരിട്ട് ഒരുപക്ഷെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഇവിടെ സൃഷ്ടമാക്കിയിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പ്രതിഫലനമായിട്ടും മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് ആഹ്വാനം ചെയ്തിട്ടാണോ ഇത് ചെയ്തതെന്നുള്ളത് അപ്രസക്തമാണ്. മറിച്ച് എത്ര രാജ്യത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ലോകത്തിന് ആവശ്യമായ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ പ്രധാനമന്ത്രി മോദിയെ എതിർക്കാൻ കിട്ടിയ അവസരമാക്കി ഉപയോഗിക്കുന്നത് വളരെ മനോഹരമായിട്ട് BJPക്ക് രാഹുൽ ഗാന്ധി ദേശവിരുദ്ധ പ്രക്രിയകളിൽ നിരന്തരം ഏർപ്പെടുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് ഇതിനേക്കാൾ വലിയൊരു സുവർണാവസരം വീണ് കിട്ടാനില്ല. അതിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് BJP അതിവിദഗ്ധമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അണികളുടെ ഇടയിൽ തന്നെ പല കോൺഗ്രസ് നേതാക്കളും തന്നെ ഇതിനകം പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധം കാണിക്കാനും രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാനും ഈ സമ്മേളനത്തിന്റെ കേന്ദ്ര ശ്രദ്ധ തിരിച്ചുവിടാനും ഉതകുന്ന രീതിയിൽ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണമായിരുന്നുവെന്ന്. ഇത് കോൺഗ്രസ് അണികളിൽ പോലും വളരെയധികം നിരാശ ജനിപ്പിക്കുന്ന ഒരു പ്രക്രിയയായി പോയി ഈ കോൺഗ്രസ് നടപടി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ ആർക്കും തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള നടപടികളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുന്നതും പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യതയെ ഇല്ലായ്മ ചെയ്യുന്നതും ഒക്കെ ആയി മാറുന്ന സംഭവങ്ങൾ. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മിക്ക കക്ഷികളും കോൺഗ്രസ് ഒഴികെയുള്ള മിക്ക കക്ഷികളും ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ നേതൃത്വം മാറണം, മറിച്ച് മമതാ ബാനർജിയെ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നത്. ആ ഒരു ആവശ്യത്തെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും രാഹുൽ ഗാന്ധിയുടെ നിരന്തരമായിട്ടുള്ള ചില പ്രതികരണങ്ങളും കാണുമ്പോൾ അത് വളരെ ന്യായമാണെന്ന് ഒരു ശരാശരി ഒരു പൗരന് തോന്നിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. രണ്ടായാലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലല്ല വളരെ വ്യക്തിയധിഷ്ഠിതമായ വിദ്വേഷത്തിൻ്റെയോ അതല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെയോ പേരിലുള്ള രാഷ്ട്രീയ പ്രകടനങ്ങൾ രാജ്യത്തിനും അതേപോലെ തന്നെ ലോകത്തിനും തന്നെ ഗുണകരമല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ മോശമായി സംഭവിക്കുന്ന ഇത്തരം പ്രക്രിയകളിൽ ഏർപ്പെടേണ്ടത്.